എന്താണ് ശ്വേത ചേച്ചി പരിപാടി? Yes. As usual, game time. Love game. Girls versus boys. ഗെയിമിന്റെ പേരെന്താണ്? ഷെയറിംഗ് ദ ടിഷ്യൂ. അറിയാലോ, ഷെയറിംഗ് ഈസ് കെയറിംഗ്. അപ്പൊ ഷെയറിംഗ് ദ ടിഷ്യൂ. ഓക്കെ. പക്ഷേ ചേച്ചേ അവിടെയാണ് ട്വിസ്റ്റ് വരാൻ പോകുന്നത്. അവിടുന്ന് ടിഷ്യൂ എടുക്കുന്നു, ഊതി ഊതി അവിടെ കൊണ്ടുപോകും. അങ്ങനെ ഊതാനുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് ഊതണ്ടേ? ചേച്ചി ആയതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അതെ അതെ. അപ്പൊ ആദ്യം നിൽക്കുന്ന 2 പേര് ഡയന, അഖിൽ, അവര് അവിടുന്ന് കൈ പിന്നെ പുറകോട്ട് വെച്ച് ടിഷ്യൂ വായ വഴി കടിച്ച് എടുക്കുക. അത് മുന്നോട്ട് ഇങ്ങനെ കടിച്ച് 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 ലാസ്റ്റ് ആലിസും കൃഷ്ണകുമാർ വരെ എത്തിയാൽ പിന്നെ അവര് തിരിച്ച് ലാസ്റ്റ് ഡയനയും അഖിലിന്റെ അടുത്ത് എത്തിക്കുമ്പോ സൈസ് ഓഫ് ദ ടിഷ്യൂ ആണ് നിങ്ങളെ. ബേസിക്കലി ഏറ്റവും ചെറിയ സൈസ് ഏത് ടീമിനാണോ അവരാണ് ജയിക്കുക. ആദ്യം ടിഷ്യൂ എടുക്കുന്ന ആള് കടിച്ചു പിടിച്ച അടുത്ത ആള് മാക്സിമം ഏറ്റവും ചെറിയ കഷ്ണം, അതായത് ഏറ്റവും ചെറിയ പീസ് ഓഫ് ടിഷ്യൂ പേപ്പർ ഏത് ഗ്രൂപ്പിനാണോ അവരായിരിക്കും ജയിക്കുക. കടിച്ചു പിടിച്ച് വലിക്കുമ്പോൾ ഫോഴ്സിൽ വലിക്കുക, മാക്സിമം ചെറിയ പീസും കിട്ടാം, നമ്മള് ജയിക്കും. പിന്നെ ഒരു മിനിറ്റ് പിന്നെ ട്വിസ്റ്റ് ഇതില് ഒരു ടീം അറ്റ് എ ടൈമേ കളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആദ്യം ഗേൾസ്, ലേഡീസ് ഫസ്റ്റ്. നമുക്കിത് മിക്സ് ചെയ്ത് കളിച്ചാലോ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ അതിന് അടുത്ത ഗെയിം ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ചേച്ചി മിക്സ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ ഗെയിമിന്റെ പേരിടായിരുന്നു. എന്തേ? ജതി നിർവേദം 3. അയ്യോ അയ്യോ ചേച്ചാ മണിയൊന്നും അടിക്കോ? Okay, so and girls ready? ഒരു മിനിറ്റ് ഗേൾസ് come on. നമ്മുടെ മനസ്സും ശരീരവും പല്ലും ടിഷ്യൂം എല്ലാം. On your marks, get set, go. Okay. Wow, nice. എനിക്ക് എന്തോ പോലെ. ചുണ്ട് യൂസ് ചെയ്യൂ. എനിക്ക് ആലീസിലോട്ട് എത്തുമ്പോഴോ ഒന്ന് കാണാൻ. തിരിച്ചുപോയി, തുറഞ്ഞുപോയി. ഇനി ആ തുടങ്ങാൻ പോണ്. ഇനിയാണ് ആലിസിന്റെ യുദ്ധം. നല്ല ആൾക്കാരാട്ടോ. ജോസ് പ്രകാശ ഇവിടെ പല്ലി കമ്പീട്ടിലോട്ടോ നിങ്ങള്? എടി ഒരു ജനം കാണുകയാണ്. ചെറുതാ ഞാൻ പെട്ടു. തിരിച്ചു കൊടുക്ക് ഡയനയ്ക്ക്. ഡയന സജിൻ ചേട്ടനി നമ്മിന്നെ കാണും, ഉറപ്പാണ്. ഡയന അവര് ടിഷ്യൂ കടിച്ചു പിടിച്ച് കയ്യൊന്നും വയ്ക്കണ്ട. ഇതിനെ കെട്ടിപ്പിടിച്ചെടുക്കുക. എന്തോടെ ഇത്? ഡയന നിങ്ങളിത് കാണുക. ഡയന ഇവിടുന്ന് പോയ 10 ഏക്കറിൽ 1/2 സെന്റ് തിരിച്ചു വന്നു. ചേച്ചി ഒന്നും കൂടെ തരുവാണെങ്കിൽ ഞങ്ങൾ അതിന്റെ ഒരു കുഞ്ഞു പീസ്. ഹലോ ആ ഒരു ഇതുണ്ടാവും അറിയാം. അടങ്ങ്, സ്വന്തം സഹോദരിയെ പോലെ. നമ്മള് വിചാരിച്ച പോലെ അല്ല. വെരി 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 സൂപ്പർ ഗേൾസ്. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഐഡിയാസും സ്ട്രാറ്റജീസും ഉണ്ടായിരുന്നു. സൂപ്പർ. എനിക്ക് ഒരു കാര്യം പറയണ്ടേ ചേച്ചി, നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചെറിയ ഒരു തടസ്സം. കാരണം നമുക്ക് എനിക്ക് കുഴപ്പമില്ല, അളിയന് വലിയ കുഴപ്പമില്ല. ഇവര് 2 പേർക്കും 2 കൊമ്പം മീശ ഉള്ളതുകൊണ്ട് അങ്ങനെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളൊക്കെ അതൊന്നും അല്ല. ഓക്കെ അഖിൽ, on your marks, get set, go. കഥാപ്രസംഗം കളിക്കാതെ കഴിച്ചോട്ട് വേണ്ട. ചെറുത്
ഞാനേ കണ്ടുള്ളൂ. ചേച്ചി ചേച്ചി ഇതാണ് ഡയാനയുടെ ദാണ്ട തെളിവുണ്ട്, ലിപ്സ്റ്റിക് കൊണ്ടിലും ഇതാണ് ഞാൻ കഷ്ടപ്പെട്ട് ആ കൊന്നത്തെങ്ങി കയറി കൊണ്ടുവന്നു. ചേച്ചി ഒരു ചാൻസ് ഇവിടെ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. ചേട്ടാ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഇല്ല ഇനി നടക്കും. പക്ഷേ ഈ ഗെയിമിൽ ഏറ്റവും ഇനിഷ്യേറ്റീവ് എടുത്ത ഞാനാണ് ചേച്ചി. അല്ലല്ല ഒരു ഞാൻ കാര്യമുണ്ട്. ഈ അൽഫോദ്വീപിലെ വലിയ മനുഷ്യനുമായിട്ട് ആ ഒരു ബോണ്ടിങ് ആണ് ഈ ഗെയിമിന്റെ വിജയം. അതൊക്കെ ശരി ഇതായിട്ട് വെച്ച് തന്നെയാണ്, പറയട്ടെ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അഖിലേട്ടന്റെ വായന ചേട്ടൻ കടിച്ചല്ല അതെ അതെ, ജസ്റ്റ് ഉമ്മ വെച്ചാ എടുത്തേ, ഞാൻ കണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടായിരുന്നു. നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാലോ? പ്രത്യേക സാഹചര്യത്തിൽ വേണം, തേർഡ് എംപയർ. അല്ലേ ചേച്ചി, പ്രത്യേക സാഹചര്യത്തിൽ പോയിട്ടുണ്ടാവും. ഞാൻ ഈ പുള്ളി തമ്മിലുള്ള ബോണ്ടിങ് ആണ് പോയത് കേട്ടോ. നോക്ക് നിങ്ങളുടെ ബോണ്ടിങ് ജനം മുഴുവൻ കണ്ടു. പറയും ദാ നോക്ക്. ചെറിയൊരു കഷ്ണം പേപ്പറിന്റെ വാക്കിൽ അവര് കളിച്ചത് ഫെയർ ഗെയിമാണ്. കള്ളവുമില്ല ചതിയുമില്ല. അതുപോലും ബാക്കി അറിയില്ല. 4 കുടുംബങ്ങളെ പണയം വെച്ചിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിച്ചത്. ഒരു കുടുംബം ഇല്ലാത്ത ഒരാൾക്ക് അത് പറഞ്ഞ മനസ്സിലാവും. 10,000 കുടുംബങ്ങൾ പകരം വെച്ചിട്ടാണ്. ഇനി എത്ര പേർക്ക് മറുപടി പറയാം? നിങ്ങൾക്ക് ഒരാളത്ത് മറുപടി പറഞ്ഞു. സൂപ്പർ ബട്ട് വെരി ബ്യൂട്ടിഫുള്ളി രണ്ട് ടീമും സൂപ്പർബായിട്ട് കളിച്ചു. So the winners are boys. എന്റെ ചാടല്ലേ, ഫാറ്റി ലിവർ. കുട്ടികളെ 2028 ഈ ഗെയിം കളിക്കുമ്പോൾ നിങ്ങൾക്ക് ജയിക്കാം. 2 വർഷം പ്രാക്ടീസ് പൊക്കോ. ഞങ്ങൾ എന്നും വീട്ടിൽ പോയി. പക്ഷെ ഈ വിജയം ഞങ്ങള് ഉൾക്കൊള്ളുന്നുമില്ല, അംഗീകരിക്കുന്നുമില്ല. വീട്ടിലല്ല കാര്യം ഇരിക്കുന്നത്, വീട്ടിലാണ് കാര്യം ഇരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ഗെയിം ആയിരുന്നു നമ്മൾ കണ്ടത് അല്ലെ. പക്ഷെ കുറച്ച് പ്രേക്ഷകർ എനിക്ക് തോന്നുന്നത് മിസ് ചെയ്തിട്ടുണ്ടാവും. ഒന്നും കൂടെ അവർക്ക് വേണ്ടി നമുക്ക് ആ ഗെയിമിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാലോ ഗൈസ്? ഒന്ന് തിരിഞ്ഞു നോക്കൂ ഗൈസ്, നോക്കൂ. നിങ്ങളത് കാണുക. ചെറിയൊരു കഷ്ണം പേപ്പറിന്റെ വാക്കിൽ അവര് കളിച്ചത് ഫെയർ ഗെയിമാണ്. തിരിഞ്ഞു നോക്കിയിട്ട് വന്നപ്പോ പലരുടെ മുഖത്ത് ആ ഒരു സന്തോഷമില്ല, വല്ലാത്തൊരു നോട്ടമായി പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ആഭാസന്മാരെ ജയിച്ചു, നല്ലവർ തോറ്റു. ഞങ്ങൾ അംഗീകരിക്കുന്നു. ഹലോ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പുരുഷ പ്രേക്ഷകരും ഈ വാക്കുകൾ കേൾക്കണം. കാരണം ഈ അടുത്ത കാലത്തായി സ്ത്രീകൾക്ക് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗജന്യ യാത്ര ബസ്സുകളിൽ ഏർപ്പാടാക്കി അന്നത്തെ ദിവസം. അതുകൊണ്ട് ഈ ടിഷ്യൂ പേപ്പറിലെങ്കിലും പ്ലീസ് ഈ ടിഷ്യൂ പേപ്പറിലെങ്കിലും തുച്ഛമായ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചുകൊണ്ട് നിങ്ങൾ തോപ്പിച്ചിരിക്കണം. വലിയ സാധനം കിട്ടില്ല. നമ്മൾ ആ വിജയം ചേട്ടൻ എടുത്തോ, ആ വിജയം എടുത്തോ. ഞങ്ങൾക്ക് തുച്ഛമായ വിജയം വേണ്ട, കഠിനമായിട്ടുള്ള എന്തെങ്കിലും തരും. എന്നാൽ നാളെ മുതലേ ഒരു കാര്യം ചെയ്യണം, ചുടുകട്ട കടിച്ചു പൊട്ടിക്കുന്ന ഗെയിം. ചുടുകട്ട കടിച്ചു പൊട്ടിച്ചോണ്ടോ ചിലപ്പോ ഞങ്ങൾ ജയിച്ചെന്നിരിക്കും. അടുത്ത ഗെയിം തലയില് കടുംചായ തിളപ്പിക്കണവാ. കാര്യമില്ല, മറ്റേ നെഞ്ചിൽ മറ്റേ താവൊക്കെ വെച്ച് അടിച്ചു പൊട്ടിക്കുന്ന ഗെയിം അതൊക്കെ എടുത്താലോ. അതൊക്കെ അഖിൽ ചേട്ടന് പറ്റും. കാരണം 2 പേർക്കും പറ്റും. 2 പേർക്കും ഇവിടെ സെന്ററിൽ ഇല്ലല്ലോ. അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ട് അതൊക്കെ ഈ തമാശയൊക്കെ മലയാളി പ്രേക്ഷകർ അഖിൽ കവലിയോരോടുകൂടി കളഞ്ഞതാണ്. തിരിക്കല്ലേ നിങ്ങളെ മോശം. പഴയ പ്രേക്ഷകർക്ക് നൊസ്റ്റാൾജിക്ക് വേണ്ടി ഞാൻ അത് ഇട്ടതാണ്. കഴിഞ്ഞു. ആര് ജയിച്ച് ആര് തോറ്റ് അത് മാത്രം. അത് 10 വട്ടം ഇവിടെ അനൗൺസ് ചെയ്തല്ലോ. അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ നമ്മുടെ സഹപ്രവർത്തകരുടെയും നമ്മുടെ അമ്പയറിന്റെയും ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു കനിവ് കാരണം നിങ്ങളെ ജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ജയിച്ചു. നിങ്ങൾ നാട്ടിൽ പോയി എന്ത് പറയും? ടിഷ്യൂ ചുണ്ടെന്ന് കടിച്ചു പറിച്ചെടുക്കുന്ന ഗെയിമിൽ ഞാൻ വീട്ടിൽ പോയി പവിഴം കടിച്ചു നമ്മൾ പറയത്തില്ല. ബാക്കിയാത്തുന്നു മുത്തും പവിഴവും കടിച്ചു പറിച്ചുകൊണ്ട് ഞാൻ ടെലികാസ്റ്റ് ചെയ്യുന്ന ടൂർ പോകും. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ ഗെയിമില് ഫസ്റ്റ് പ്രൈസ് ആദ്യമായിട്ട് കോമഡി മാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഒരു മിനിറ്റ്, ഈ അവാർഡ് നൽകാനായി എത്തുന്നത് പ്രശസ്ത TV ചലച്ചിത്ര താരം ശ്വേത മേനോനാണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ കിടിലമായ ശ്വേത മേനോനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
ചേച്ചിയുടെ കരിയറിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്താണില്ല. ഇത് കേരളമെമ്പാടുമുള്ള പുരുഷന്മാരുടെ വിജയം. കോമഡി മാസ്റ്റേഴ്സിന്റെ വിജയം. ഇല്ല വേണ്ട. 1 2 3 സ്റ്റാർട്ട്. വേൾഡ് കപ്പ് ജയിച്ച നിങ്ങള് ടിഷ്യൂ വേൾഡ് കപ്പ്. പൊക്കോട്ടെ, ഞാൻ പൊക്കോട്ടെ. ഇത് ചേച്ചിയെ കൊടുത്തിട്ട് പോ. അല്ല ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞിട്ട് ചേച്ചി പൈസ തരുന്നത്. അല്ല ഒരു കാര്യം ചെയ്യും, ഇനി അവിടെ പോയത് കണ്ടുപിടി എങ്ങനെയാണ് ജയിക്കുമ്പോൾ അവാർഡ് മേടിക്കുന്നത്. അവിടെ പോയി അത് കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ബോയ്സ് ടീമാണ്, അവർക്കാണ് ഇത് ലഭിക്കുന്നത്. ഈ വിജയം ഞാനൊന്ന് അവിടെ പോയിരുന്ന് കണ്ട് മനസ്സിലാക്കട്ടെ. ഒരു മിനിറ്റ് ഇരുന്നില്ല, ഒന്ന് പൊക്കട്ടെ. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഇത് നിനക്കൊന്ന് മേടിക്കണം. കണ്ടോളാം. ഒരു മിനിറ്റ് ഒന്ന് നോക്കാം, എല്ലാരും നോക്കണേ. 1 2 3. അതായത് മേടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ മറ്റേത് വേണ്ടേ നമുക്ക്? ഇങ്ങനെ മേടിച്ചു അല്ല ഇങ്ങനെ അണ്ണാ, മറ്റേത് ഈ സാധനം വേണം. മറ്റേത് വേണ്ടേ? മറ്റേ ഇത് എന്തിനാ എന്റെ അടുത്ത് വരുന്നേ? കഴിഞ്ഞോ? പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞോ? സാറേ കൊള്ളാവോ? സാധനം കൊള്ളാം. സത്യം. എനിക്ക് ഓർമ്മ അറിയാമോ, നമ്മള് കൊല്ലത്തൊക്കെ ഉത്സവ പരിപാടിയുടെ അമ്മമാര് ഫ്രണ്ട് വന്ന പരിപാടിയാണ് ഇതുപോലെ പരമ്പൊക്കെ വിരിച്ച്. ഇതിനാണ് ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നത്. അറിയില്ലെങ്കിൽ മാറി നിൽക്കണം. അറിയാതൊക്കെ പറഞ്ഞാ പോരെ. പക്ഷേ ഇവിടെ ഒരു ഓളം വെക്കണമെങ്കിൽ ഞാനും എന്റെ ഗേൾസും വേണം. ഇത് പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരെ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. ഓൾസോ താങ്ക് യു സോ മച്ച്. എവിടെയാണ് തലയ്ക്ക് ഓളം വയ്ക്കണമെങ്കിലാണോ? അത് ഓളം തളം. തളം കഴിഞ്ഞോ? കഴിഞ്ഞു. നല്ല കൗണ്ടർ. കൊല്ലത്ത് നിന്ന് ഇത്ര ഇടം വരെ വന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ കൗണ്ടേഴ്സ് ഒക്കെ ഇവിടെ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പൊ ടിഷ്യൂ എന്തായാലും പേപ്പറിലായാലും കൊല്ലത്തുനിന്ന് അവിടെ ഇവിടെ വരെ അവർ ജയിച്ച്. നീ ഇതൊരു ഇഷ്യൂ ആക്കാതെ അളിയാ. എന്റെ കണ്ണീരാണോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അടുത്ത പ്രാവശ്യം ഇവരുടെ പ്രോഗ്രാം വരുന്ന സമയത്ത് ടിഷ്യൂ പേപ്പർ ഫെയിം അഖിൽ എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കാം. ഇനി അടുത്ത എപ്പിസോഡ് ഞാൻ അങ്ങനെ ഒരു ക്ലോസ് വയ്ക്കുക, മുഖം ഒന്ന് കാണുക, ചമ്മണ മുഖം. കാസർഗോഡ് പോകുന്ന ആലോചിക്കണം, ടിഷ്യൂ പേപ്പറും തോറ്റ് വന്നിരിക്കുന്ന മരുമോളെ കാണുന്ന അമ്മായി. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത ദിവസം കാണാം. ഇത് പറഞ്ഞുകൊണ്ട് ബൈ, ഗുഡ് നൈറ്റ്.